മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ നിക് റെയ്നർ കോടതിയിൽ ഹാജരായി. ഹോളിവുഡ് ഫിലിം മേക്കറായ റോബ് റെയ്നർ, വൈഫ് മിഷേൽ സിംഗർ റെയ്നർ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 2 ഫസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റങ്ങൾ ചുമത്തിയ നിക് റെയ്നർ ബുധനാഴ്ച കോടതിയിൽ ആദ്യമായി ഹാജരായി. സിറിയയ്ക്കെതിരെ ഉപരോധങ്ങൾ യുഎസ് അവസാനിപ്പിച്ചു, നിക്ഷേപത്തിന് വഴിയൊരുക്കി. സിഡ്നി കൂട്ടക്കൊല, കൊലപാതകം, ഭീകരത എന്നിവയുൾപ്പെടെ 59 കുറ്റകൃത്യങ്ങൾ ചുമത്തി. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഉവിറയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ ഏകപക്ഷീയമായി പിൻവലിക്കുന്നതായി M23 വിമത സംഘം പ്രഖ്യാപിച്ചു. നിലവിലുള്ള സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടിയായി ഈ നീക്കത്തെ വിശേഷിപ്പിച്ചു. അക്രമം, പ്രതികാരം, സൈനികവൽക്കരണം എന്നിവയിൽ നിന്ന് ഉവിറയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഗ്രൂപ്പ് മധ്യസ്ഥരോട് അഭ്യർത്ഥിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് ഒരു നിഷ്പക്ഷ സേനയെ വിന്യസിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം കുറഞ്ഞിരിക്കുന്നു. തലസ്ഥാന വിമാനത്താവളത്തിലെ വിമാന പ്രവർത്തനങ്ങളെ ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ. നിരവധി കരാറുകൾ അദ്ദേഹം ഒപ്പുവെച്ചു. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക, ഭക്ഷ്യ-കാർഷിക വ്യാപാരം വികസിപ്പിക്കുക, ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയിൽ കരാറുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാകിസ്ഥാനിലെ അഡിയാല ജയിലിന് പുറത്ത് നടന്ന പ്രതിഷേധ സമരത്തെ തുടർന്ന് ഇമ്രാൻഖാന്റെ സഹോദരിമാരായ അലീമ ഖാൻ, നൊറീൻ നിയാസി എന്നിവർക്കെതിരെയും നിരവധി PTI അനുയായികൾക്കെതിരെയും പാകിസ്ഥാൻ പോലീസ് തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. നിലവിൽ തടവിൽ കഴിയുന്ന ഇമ്രാൻഖാനെ കാണാൻ കുടുംബാംഗങ്ങൾക്കും അഭിഭാഷകർക്കും അധികാരികൾ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് FIR ഫയൽ ചെയ്തത്. ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാതക കരാറായ ഈജിപ്തിലേക്കുള്ള $35 ബില്യൺ പ്രകൃതിവാതക കയറ്റുമതി കരാറിന് അംഗീകാരം നൽകിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച, അതായത് ഡിസംബർ 17, 2025 പറഞ്ഞു. ഗാസ മുനമ്പിലെ 2 വർഷത്തെ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും ഈ കരാർ സഹായിച്ചേക്കാം. TVK പൊതുയോഗം ഇന്ന് ഈറോഡിൽ. പോലീസിന്റെ ഉപാധികൾ അംഗീകരിച്ചു. വിജയ് പങ്കെടുക്കുന്ന പൊതുയോഗത്തിൽ വൻ സുരക്ഷ. ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകും. സിനിമയുടെ ആവശ്യത്തിനായി വിദേശത്ത് പോകാനാണ് പാസ്പോർട്ട് ആവശ്യപ്പെട്ടത്.